കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കോട്ടയം ജില്ലയിൽ ആരംഭിച്ച ആദ്യ മില്ലറ്റ് കഫേ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൃഷി വകുപ്പും അർച്ചന വിമൻസ് സെന്ററും ചേർന്ന് കൃഷി വകുപ്പിന്റെ 2023 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മില്ലറ്റ് കഫേ ആരംഭിച്ചത്. കാർഷിക മേഖലയിലെ നൂതന സംരംഭങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് മില്ലറ്റ് കഫേകൾ ആരംഭിച്ചതെന്നും ഒരു മില്ലറ്റ് കഫേക്ക് 5 ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കില്ല. ഇങ്ങനെ ഒരുപാട് പദപ്രയോഗങ്ങൾ തന്നെയുണ്ട്. അരി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇവിടെ വിശേഷിപ്പിച്ച പറഞ്ഞ വാസവൻചേട്ടൻ പറഞ്ഞ ദോശ, പുട്ട്, ഇഡ്ഡലി, കുഴക്കട്ട എല്ലാം അരി കയറി വരികയാണ്. ചോറ് പിന്നെ അല്ലെങ്കിൽ മറ്റ് പലതിനകത്തേക്കും വീണ്ടും അരി കയറി വരുന്നുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് നമുക്കൊരു 40 ലക്ഷം ടൺ അരി ഒരു വർഷം വേണം. എന്നാൽ ഇപ്പോൾ 29 ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, കുഴപ്പമില്ല. എന്താ കാര്യം ചോദിച്ചാൽ കുറേ ആൾക്കാരെല്ലാം കൂടി ഗൾഫിൽ പോയോണ്ടൊന്നുമല്ല, അരിയാഹാരം കഴിക്കുന്ന മലയാളി അരിയാഹാരം കുറയ്ക്കുന്ന മലയാളിയായിട്ട് മാറി. അതിൻ്റെ കാരണം പ്രമേഹ രോഗം വന്ന് വീശി അടിച്ച് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രായത്തിൻ്റെ പ്രശ്നമൊന്നുമില്ലാത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭക്ഷണം തന്നെയാണ്. ആവശ്യത്തിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്. ഏറ്റുമാനൂർ കിസ്മത്ത് പടിയിൽ നടന്ന ചടങ്ങിൽ സഹകരണം തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ചു. പുതിയ ആശയങ്ങളിലൂടെയും പുതിയ സംരംഭങ്ങളിലൂടെയും കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു. ഇവിടെ വനിതകളുടെ കൂട്ടായ്മയിൽ സ്വയം തൊഴിൽ കണ്ടെത്താനും വരുമാനത്തിൻ്റെ സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ വൈവിധ്യങ്ങളായ തൊഴിൽ പരിശീലന പരിപാടികളും സ്വയം തൊഴിൽ കണ്ടെത്താനുമെല്ലാം അർച്ചന വിമൻസ് സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. അവർ ഈ രംഗത്ത് വലിയ വികസന വീക്ഷണവും ദിശാബോധവും പകരുന്ന ഒരു ഡയറക്ടറാണ് അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവരാണ് ഇന്ന് മില്ലറ്റ് കഫേ ഏറ്റെടുത്തിട്ടുള്ളത്. മില്ലറ്റ് കഫേ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം നന്നായി അനുഭവത്തിലൂടെ പങ്കുവയ്ക്കാനുള്ള ഒരാളാണ് ഞാൻ. സ്ഥിരമായി മില്ലറ്റ് കഴിക്കുന്നതാണ്. പോഷക സമൃദ്ധമായ ചെറുധാന്യ വിഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ആരോഗ്യകരമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷൻ ടോമി കുരുവിള, ഉപാധ്യക്ഷ പുഷ്പ വിജയകുമാർ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിബിൻ ബാബു, നഗരസഭാംഗം സിബി ചിറയിൽ, ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ലെൻസി തോമസ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി ജോ ജോസ്, ഏറ്റുമാനൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി ജ്യോതി, ഏറ്റുമാനൂർ കൃഷി ഓഫീസർ ജോസ്ന കുര്യൻ, ആത്മ പ്രൊജക്ട് ഡയറക്ടർ മിനി ജോർജ്, അർച്ചന വിമൻസ് സെന്റർ ഡയറക്ടർ ത്രേസ്യാമ്മ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.